നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിനോട് തോറ്റതിന് ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് ഇറാൻ. എന്നാൽ ഇന്ത്യ കണക്കിന് കൊടുത്തു. ഇപ്പോഴിതാ ഇറാൻ ഉത്തരപൊട്ടി. ഗാസയിലെ പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതമനുഭവിക്കുന്നതായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവനയാണ് ഇന്ത്യ എടുത്തൊടുത്തത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു ഖമേനിയുടെ പോസ്റ്റ്. സമൂഹമാധ്യമമായ എക്സിൽ ഇന്ത്യക്കിട്ടൊന്ന് കുട്ടി. ഗാസയ്ക്കും മ്യാൻമറിനുമൊപ്പമാണ് ഇന്ത്യയെയും ഖമേനി പരാമർശിച്ചത്. ഇത് ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിച്ചു. ഇറാനോട് കട്ടയ്ക്ക് പ്രതികരിച്ച കേന്ദ്ര സർക്കാർ അഭിപ്രായ പ്രകടനത്തെ അപലപിക്കുകയും ചെയ്തു. ഗാസ, മ്യാൻമർ, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഒരു മുസ്ലിം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മറന്നുപോയാൽ നമുക്ക് സ്വയം മുസ്ലിങ്ങളായി കണക്കാക്കാനാവില്ല. ഇതായിരുന്നു ഖമേനിയുടെ പോസ്റ്റ്. ഉടൻ തന്നെ ഇറാൻ പരമോന്നത നേതാവ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങളെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ കളത്തിലിറങ്ങി. ഇത് അസ്വീകാര്യമാണ്. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുൻപ് സ്വന്തം ഭൂതകാലം നോക്കാൻ നിർദ്ദേശിക്കുന്നുവെന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ഇനിയാണ് അതിവിചിത്രമായ ചില കാര്യങ്ങൾ. മഹ്സ അമിനി എന്ന 22-കാരി ഹിജാബ് കൃത്യമായി ധരിക്കാത്തതിൻ്റെ പേരിൽ ഇറാനിലെ മതകാര്യ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്ന് മരിച്ചതിൻ്റെ 2ാം വാർഷിക ദിനത്തിന് പിന്നാലെയാണ് ഖമേനിയുടെ ഈ പോസ്റ്റ്. മഹ്സ അമിനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അടിച്ചമർത്തലുകളും വിവേചനങ്ങളുമൊക്കെ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരുന്നു. ഇറാനി സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയ കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. ഇറാനിൽ സ്ത്രീകൾ മാത്രമല്ല, സാധാരണ ജനങ്ങൾ പോലും അനുഭവിക്കുന്ന യാതനകൾ ചില്ലറയല്ല. ഇതിനിടയിലായിരുന്നു ഇസ്രായേലിന് നേർക്കുള്ള ഇറാന്റെ കുതിരകയറ്റം. മുമ്പും ഖമേനി ഇന്ത്യയെ വിമർശിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യക്കെതിരായ ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ചേതോവികാരമെന്ന് മനസ്സിലാവുന്നില്ല. 2020 മാർച്ചിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കലാപങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടക്കൊല എന്ന് ഖമേനി വിശേഷിപ്പിച്ചിരുന്നു. സമാനമായി കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിന് പിന്നാലെയും ആശങ്ക അറിയിച്ച് ഖമേനി രംഗത്തെത്തിയിരുന്നു. ലോക മുസ്ലിങ്ങളുടെ സംരക്ഷകനായി സ്വയം ചമയുന്ന ഖമേനി എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്നു. അനാവശ്യമായി ഇസ്രായേലിനെ വെല്ലുവിളിച്ച് നാണക്കേടിന്റെ പരകോടിയിലെത്തിയിരുന്നു ഖമേനി. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനിറങ്ങിയ ഖമേനി. എന്നാൽ സ്വന്തം രാജ്യത്തെ വ്യോമസേനയോ അധികാരികളോ ഖമേനിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല. ഇറാനുമായും ഇസ്രായേലുമായും ഏറെക്കാലമായി നയതന്ത്ര സൗഹൃദം തുടരുന്ന രാജ്യമാണ് ഇന്ത്യ. പലപ്പോഴും ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് മോദി പ്രകടിപ്പിക്കാറുള്ളത്. അതാവാം ഇറാനെ ഇപ്പോൾ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി ഇരു രാജ്യങ്ങളോടും ഒരേ സൗഹൃദമാണ് തങ്ങൾക്കുള്ളത് എന്ന് ഇന്ത്യ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം കൂടുതൽ രൂക്ഷമായാൽ സമദൂരമെന്ന നയം ഇന്ത്യക്ക് വലിയ ബാധ്യതയാവും എന്നിരിക്കെയാണ് ഇപ്പോൾ ഖമേനി ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ ഒരു നീക്കം നടത്തിയാൽ ഇന്ത്യ പരസ്യമായി ആരെ പിന്തുണയ്ക്കും എന്ന ആശങ്കയിലായിരുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഉൾപ്പെടെ ഇറാനുമായി മികച്ച നയതന്ത്ര ബന്ധമായിരുന്നു നേരത്തെ ഇന്ത്യ പുലർത്തിയിരുന്നത്. എന്നാൽ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നതിനെ ഇറാൻ ഒട്ടും അംഗീകരിച്ചില്ല. 2023 ഒക്ടോബറിൽ ഹമാസ് ദക്ഷിണ ഇസ്രായേലിൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ആ സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നു. സൗദി അറേബ്യ, ഇറാൻ, ഇസ്രായേൽ, ഈജിപ്ത്, ജോർദാൻ, പാലസ്തീൻ തുടങ്ങിയ ഇടങ്ങളിലെ ഭരണാധികാരികളുമായി ഇന്ത്യ നയതന്ത്ര ചർച്ച അന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 29-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്തഹ് എൽ സിസിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ജനുവരി മാസാവസാനം ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായും ഇന്ത്യ വിശദമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രതിരോധം, സുരക്ഷാ കാര്യങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അടുത്ത നയതന്ത്ര ബന്ധമുണ്ട്. മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അതൊന്നുകൂടി ശക്തിപ്പെട്ടു. ഇതാണ് ഇറാനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ആ സൗഹൃദം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ ഇന്ത്യയും ഇസ്രായേലും യാതൊരു വിധത്തിലും മടികാട്ടാറുമില്ല. ഹമാസ് ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന് എന്ത് സഹായം വേണമെങ്കിലും ഇന്ത്യ നൽകും എന്ന വാഗ്ദാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യത്തിന് നൽകിയത്. ഇതിന് കാരണമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ചില വിശദാംശങ്ങളും നൽകി. തീവ്രവാദവും ഭീകരവാദവും ഇന്ത്യക്കും ഇസ്രായേലിനും വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്നു.
മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കും ഇസ്രയേലിനും വലിയ നഷ്ടം സംഭവിച്ചത് അതിനൊരു ഉദാഹരണം മാത്രം. പല നിർണായക ഘട്ടങ്ങളിലും ഇന്ത്യക്ക് പ്രതിരോധ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും എത്തിക്കുന്നതിൽ അമേരിക്ക, ഫ്രാൻസ്, റഷ്യ എന്നിവയേക്കാൾ ഇസ്രയേൽ മുന്നിലാണ്. കാർഗിൽ യുദ്ധമടക്കം ഇന്ത്യ പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയുടെ സഹായത്തിന് ഓടിയെത്തിയത് നമ്മുടെ സുഹൃത്ത് രാജ്യമായ ഇസ്രയേൽ. എന്നാൽ ഇറാനുമായുള്ള തങ്ങളുടെ സൗഹൃദവും പ്രധാനമെന്ന് ഇന്ത്യ അന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നവരിൽ പ്രധാനിയാണ് ഇറാൻ. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ ഇന്ത്യയുമായി കൂടുതലെടുത്തു. തങ്ങളുടെ ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങാൻ ഇന്ത്യ റഷ്യ പ്രേരിപ്പിച്ചു. ഇതും ഇറാനെ ചൊടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനുമേൽ കടുത്ത നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ സാരമായി ബാധിച്ചു. ഇക്കാര്യങ്ങളിൽ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് മേൽ ശക്തമായ സമ്മർദ്ദമാണ് ഇറാൻ ചെലുത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആർക്കൊപ്പം നിലപാടെടുക്കുമെന്നത് മുഖ്യ വെല്ലുവിളിയായിരുന്നു. എന്തായാലും അതിനിടയിൽ ഇന്ത്യയെ കയറി ചൊറിഞ്ഞ് ഇറാൻ വേണ്ടത് വാങ്ങിക്കൂട്ടി. മുമ്പും ഇറാനും ഇന്ത്യയും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. എന്നാൽ നയതന്ത്ര തലത്തിലുള്ള ശക്തമായ ഇടപെടലുകളെ തുടർന്ന് അതൊക്കെ പരിഹരിക്കാൻ ഇന്ത്യക്കും ഇറാനും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ കൂടുതൽ രോക്ഷാകുലരാകുന്നത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. തുടർച്ചയായ വെല്ലുവിളികൾ നടത്തി എന്നതിനപ്പുറം ഇസ്രായേലിൻ്റെ രോമത്തിൽ തൊടാൻ ഇറാന് കഴിയുന്നില്ല. ആ കോപമെല്ലാം ഇന്ത്യക്ക് നേർക്ക് തീർക്കാനിറങ്ങിയ ഇറാൻ പടുവിഡ്ഢികളാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ചതോടെ ഇപ്പോൾ മിണ്ടാട്ടം പൊട്ടി നിൽക്കുകയാണ് ഇറാൻ. ഖമേനിയുടെ ഓരോരോ അവസ്ഥകളെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.